കഴിഞ്ഞ ദിവസം രാത്രി ആലപ്പുഴയിൽ ദേശീയപാത നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ 2 അപകടങ്ങളാണ് ഉണ്ടായത്. കായംകുളം KPSC ജംഗ്ഷന് സമീപമുണ്ടായ അപകടത്തിൽ നൂറനാട് സ്വദേശി ആരോമലിന് ജീവൻ തന്നെ നഷ്ടമായി. 1 മണിക്കൂറിനകം KSRTC ജംഗ്ഷന് സമീപമുണ്ടായ മറ്റൊരു അപകടത്തിൽ ഐക്യ ജംഗ്ഷൻ സ്വദേശി നബീൻ ഷാ ഗുരുതര പരിക്കുകളോടെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. റോഡ് നിർമ്മാണത്തിനായി എടുക്കുന്ന കുഴികൾക്ക് മുന്നിൽ അപായ സൂചനകൾ ഇല്ലാത്തതാണ് അപകടങ്ങൾക്ക് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. കായംകുളത്ത് നിന്ന് ദേവൻ MP തയ്യാറാക്കിയ ഈ റിപ്പോർട്ടോടെ ഹാപ്പനിംഗ് അവേഴ്സ് പൂർണ്ണമാവുകയാണ്. ഇതിനുശേഷം വാർത്തകൾ സമഗ്രമായി ന്യൂസ് ലഞ്ചിൽ കാണാം. നമസ്കാരം. ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് കായംകുളം KPSCക്ക് സമീപം ദേശീയപാതയുടെ നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ വീണ് ബൈക്ക് യാത്രികനായ കായംകുളം സ്വദേശി ആരോമൽ മരിക്കുന്നത്. ആ സംഭവ സ്ഥലത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഈ ദേശീയപാതയ്ക്ക് സമീപത്തായുള്ള സർവീസ് റോഡിൽ ഒരു വലിയ കുഴി എടുത്തിട്ടുണ്ട്. അത് അണ്ടർഗ്രൗണ്ട് ഡക്റ്റ് ഘടിപ്പിക്കാനായി എടുത്ത ഒരു കുഴിയാണ്. പക്ഷേ അത് ഏകദേശം ഒരാൾ മുങ്ങിപ്പോകുന്ന തരത്തിലുള്ള ഒരു വലിയ ഒരു കുഴിയാണ്. ഇന്നലെ രാത്രി ഈ സർവീസ് റോഡിലൂടെ വന്ന ആരോമലും സുഹൃത്തുക്കളും ഈ ബൈക്കിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഈ കുഴിയിലേക്ക് വീഴുകയായിരുന്നു. ഈ വീഴുന്ന സമയത്ത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വലിയ കോൺക്രീറ്റ് പാളി ഇവിടെ വെച്ചിട്ടുണ്ട്. അത് അണ്ടർഗ്രൗണ്ട് ഡക്റ്റിന് ഈ പൈപ്പുകളും ഒക്കെ കണക്ട് ചെയ്യാൻ കേബിളുകളും ഒക്കെ കണക്ട് ചെയ്യാനായി നിർമ്മിച്ചിരിക്കുന്ന കോൺക്രീറ്റ് പാളിയാണ്. അതിന്റെ ഭിത്തിയിലേക്ക് വന്നിടിക്കുകയായിരുന്നു. ആ ഒരു ആഘാതത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആരോമലിനെ ഉടൻ തന്നെ അടുത്തുള്ള കായംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ പരിക്ക് ഗുരുതരമായതിനാൽ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത്. തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന വഴി തന്നെ ആരോമൽ മരിക്കുകയായിരുന്നു. ഈ ദൃശ്യങ്ങളിൽ കാണാം ഇപ്പോൾ അപകടത്തിൽപ്പെട്ട സ്കൂട്ടർ മുങ്ങിക്കിടക്കുന്നത്. പൂർണ്ണമായും അവിടെ മുങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. അത്തരം ഒരു വലിയൊരു ആഴം തന്നെ ഇവിടെയുണ്ട്, ഈ കുഴിക്കുണ്ട്. ഈ അപകടം നടന്നതിന് ശേഷം സ്ഥാപിച്ച ബാരിക്കേഡുകളും റിബണുകളുമാണ് ഈ കാണുന്നത്. ഈ സർവീസ് റോഡിന്റെ ഈ ഭാഗത്തു കൂടിയാണ് ഇന്നലെ ആരോമൽ ഈ ബൈക്കിൽ എത്തുന്നത്. പക്ഷേ ആ സമയത്ത് ഇവിടെ ഈ തരത്തിലുള്ള ഈ ബാരിക്കേഡുകളോ അല്ലെങ്കിൽ ഈ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു അപായ സൂചന എന്തെങ്കിലും അടയാളങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. അത് തന്നെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ചതും എന്ന് പറയാൻ കഴിയും. കുഴികളിലൊക്കെ സ്ഥിരം ആൾക്കാർ വീഴാറുണ്ടോ? നേരത്തെ കഴിഞ്ഞ ആഴ്ചയിലും ഒരു പയ്യൻ വീണ് ഇവിടെ അപ്പുറത്ത് ആൾക്കാർ കളിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ബാഡ്മിന്റൺ കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവര് ഓടി വന്ന് എന്തായാലും പൊക്കിയെടുത്ത്. അന്ന് ഇത്രയും വെള്ളം കുറവായിരുന്നു. ഇപ്പോൾ ഒട്ടനവധി അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ ഇവിടെ എല്ലാം ഓരോരോ രീതിയിലുള്ള ചെറിയ ബൈക്ക് യാത്രക്കാർക്കും എല്ലാം ഒരുപാട് ആക്സിഡന്റുകളും കാര്യങ്ങളും എല്ലാം ഡെയിലി നിത്യേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ ഇത് ഒരു സ്വാഭാവികമായിട്ട് നമ്മുടെ സേഫ്റ്റി പ്രോട്ടോകോൾ ഇല്ലാത്തതിന്റെ ഒരു പേരിലാണ് ഈ ഒരു അപകടം ഉണ്ടാകാൻ. ഈ അപകടം നടന്ന് കൃത്യം 1 മണിക്കൂറിനുള്ളിൽ തന്നെ കായംകുളം KSRTC ജംഗ്ഷന് സമീപം കമലാലയ ജംഗ്ഷനിലും സമാനമായ മറ്റൊരു അപകടവും ഉണ്ടായി. ഇത്തരത്തിൽ ദേശീയപാതയ്ക്കായി എടുത്ത കുഴിയിൽ വീണ് മറ്റൊരു യുവാവിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയുമാണ്. ഈ ഒരു സംവിധാനം ഒരുപക്ഷെ ഇന്നലെ രാത്രി ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരമൊരു അപകടം ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. ഇതുവഴി വരുന്ന ആളുകൾക്ക് ഇത്തരമൊരു മുന്നിൽ ഇത്രയും വലിയൊരു കുഴിയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരു അറിയിപ്പ് ലഭിക്കുമായിരുന്നു. എന്നാൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ റോഡുകളുടെ സമീപത്ത് ഇത്തരം വലിയ കുഴികൾ അണ്ടർഗ്രൗണ്ട് ഡെറ്റുകൾക്കും ഒക്കെ എടുത്തിരിക്കുന്ന വലിയ കുഴികളുണ്ട്. എന്നാൽ ഈ കുഴികൾക്ക് മുന്നിൽ ഒന്നും തന്നെ ഇത്തരത്തിൽ ഉള്ള അപായ സൂചനകൾ വെച്ചിട്ടില്ല. അത് തന്നെയാണ് ഇത്തരം അപകടങ്ങളിലേക്ക് നയിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നും ദീപകിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.